വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയായിരുന്നു എതിരാളി. 19-കാരി ദിവ്യ ദേശ്മുഖിന്റെ കരിയറിലെ തിളക്കമേറിയ നേട്ടമാണിത്. ജോർജിയയിലെ ബാത്തുമിയിലായിരുന്നു മത്സരം. നിഖിൽ കുമാർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഇന്ത്യൻ ഫൈനൽ പോരാട്ടമായിരുന്നു. അതിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖാണ് കിരീടം ചൂടിയിരിക്കുന്നത്. 19-കാരിയാണ്. കരിയറിലെ ഏറ്റവും തിളക്കമേറിയ നേട്ടമായി തന്നെ നമുക്കിതിനെ കാണാം, അല്ലേ? സൂചിപ്പിച്ചതുപോലെ ഒരു 19-കാരി ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം ചൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നമ്മൾ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് കിരീടം എത്തും എന്ന കാര്യം ഉറപ്പിച്ചിരുന്നു. രോഹിണി പറഞ്ഞതുപോലെ 2 ഇന്ത്യൻ താരങ്ങൾ ദിവ്യ ദേശ്മുഖും ഒപ്പം അങ്ങനെ 2 താരങ്ങൾ നേർക്കുനേർ 2 ഇന്ത്യൻ വനിതാ താരങ്ങളെ നേർക്കുനേർ എത്തുന്ന ഒരു ഫൈനൽ എന്ന പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ കിരീടം ഇന്ത്യയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. ഇപ്പോൾ എന്തായാലും 19-കാരിയായ ദിവ്യ ദേശ്മുഖ് ലോക ചെസ്സിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് ദിവ്യ ദേശ്മുഖ്. 19-കാരിയാണ്. ജോർജിയയിലെ ബാത്തുമിയിലായിരുന്നു മത്സരം നടന്നത്. നേരത്തെ ജേതാവിനെ കണ്ടെത്താനുള്ള 2 ഗെയിം, അതിൽ 2ഉം സമനിലയായതോടുകൂടിയാണ് ഇന്നത്തെ ടൈ ബ്രേക്കറിലേക്ക് മത്സരം നീണ്ടത്. ആദ്യ 2 ഗെയിമും അത് സമനിലയായിരുന്നു. 2 ഗെയിം സമനിലയായതോടുകൂടിയാണ് ടൈ ബ്രേക്കറിലേക്ക് മത്സരം മാറിയത്. ഈ ടൈ ബ്രേക്കറിലാണ് ദിവ്യ ദേശ്മുഖ് ഈ കിരീടം ചൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം അതും സമനിലയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് 2 ഇന്ത്യൻ താരങ്ങൾ, 2 ഇന്ത്യൻ വനിതാ താരങ്ങൾ നേർക്കുനേരുള്ള പോരാട്ടം അത് ഇഞ്ചോട് ഇഞ്ചായിരുന്നു എന്നുള്ളതാണ്. ഒരു ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിലാണ് എന്തായാലും ഈ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യയെ തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് 2 താരങ്ങളും ദിവ്യയ്ക്കൊപ്പം ദിവ്യയും ഹംപിയും മികച്ച പ്രകടനം തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഈ ഒരു ഫിഡെ വനിതാ ലോകകപ്പിൽ കാഴ്ചവെച്ചത്. അങ്ങനെയാണ് 2 പേരും ഈ ഒരു ഫൈനലിലേക്ക് എത്തുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ലോക ചെസ്സിന്റെ നെറുകയിൽ തന്നെ ഇന്ത്യൻ താരങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. രോഹിണി, ശരി, നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.